ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ. ഞങ്ങളുടെ അവിടെ നല്ല മഴയാണ്. അപ്പം മഴയത്ത് നല്ലൊരു കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂണാണ്. നടുവശം ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ടെന്നാലും നമുക്ക് കറി വെക്കാനായിട്ട് ഇത് മതിയാവും. വളരെ കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ കറി വെച്ച് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കറി വെച്ച് എങ്ങനെ ടേസ്റ്റിൽ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ആ കൂണ് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു മണ്ണൊക്കെ വീണിട്ടുള്ള ആ ഒരു ഭാഗം കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ തണ്ടുവശം വെള്ളമായിട്ടുള്ള അകഭാഗം മാത്രമായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ആ പൂവിൻ്റേതും പുറമേ ഉള്ള ഭാഗം കത്തി വെച്ചിട്ട് ചരണ്ടി കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ മുട്ടയൊക്കെ തോരൻ വെക്കുന്നത് പോലെ ഒത്തിരി വേവൊന്നുമില്ല കൂണ് തോരൻ വെക്കാനായിട്ട്. പെട്ടെന്ന് കുറച്ച് ആവി കയറുമ്പം തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും. അതുകൊണ്ട് ഇതിലോട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ അതേപോലെ അതിൻ്റെ പൂവും കൂടെ അടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ആകെ ഒരു കൂണെ കിട്ടിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് തോരനേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കൂണ് തോരൻ വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇടിയൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ ഇതേപോലെ 1-2 കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൂവും എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് തന്നെയാണ് തേങ്ങയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂണ് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ട് എടുക്കാം. പക്ഷേ വേകുമ്പോഴത്തേനും കൂണ് ഇങ്ങനെ ചൊങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ഒരു സവോളയുടെ പകുതിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂണും കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഞാൻ എരിവിന് പച്ചമുളകിന് പകരം കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് എരിവുള്ളതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനൊരു 4-5 കാന്താരി ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കൂണിൻ്റെ അളവിന് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാൻ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ കൂണ് കറിക്കുള്ള പകുതി പണിയും കഴിഞ്ഞു. ഇനി വേവിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞിട്ട് കൂണൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങയൊക്കെ ചേർത്ത് വെച്ചിട്ട് ആ മിക്സ് എടുത്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമില്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. അപ്പം ഞാൻ ഒരല്പം മാത്രം, ഒരു 2-3 സ്പൂൺ മാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കണ്ടു കഴിയുമ്പോൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 1-2 പ്രാവശ്യമായിട്ട് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പം നല്ല വെള്ളം വന്നപ്പോൾ ഞാനത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി 1-2 പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എപ്പോഴും ഇങ്ങനെ കൂണ് കിട്ടാറുള്ളതാണ്. കിട്ടുമ്പോൾ ഇങ്ങനെ ഒരെണ്ണമൊക്കെ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇച്ചിരി ഏറെ കൂണ് കറിയൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കൂണ് കറി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ കഴിക്കുന്നത്. അവർ നല്ല ഇഷ്ടത്തോടെ വയറ് നിറച്ച് ചോറുണ്ട് ഈ കറി കൂട്ടി. അപ്പം വെള്ളമെല്ലാം വറ്റി നമ്മുടെ കൂണ് തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.